കാട്ടാൻ ആട് നടന്നു പോകണ വഴിയാണ് അങ്ങാടി കൂടി പോയത്. ആടുകളിങ്ങനെ പോണ വഴി മൃഗങ്ങൾ പോകുക. ഗവൺമെന്റിന് യാതൊരു കുഴപ്പമില്ല. ഒന്നിനും കൊള്ളാത്ത ഒരു ഗവൺമെന്റ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെയാണ് എന്ത് കാര്യത്തിനാണ് ഒരു നല്ല കാര്യമില്ല. ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അനവധിയാണ് പാസ്സായി വരുന്നത്. ഡിഗ്രി എത്രയോ കുട്ടികളുണ്ട്. ഒരു സീറ്റ് അനുവദിക്കുന്നത് ഞങ്ങളൊക്കെ അസംബ്ലിയിൽ എന്തുമാത്രം പറഞ്ഞു. പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് അതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കട്ടെ. ഒരു ഗവൺമെന്റാണ് അപ്പൊ ഇങ്ങനെ ജനങ്ങൾ വിലയിരുത്തി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ കേരളത്തിലും ജനങ്ങൾക്ക് കേരള ഗവൺമെന്റിനും മടുക്കുകയും ആ സമയത്താണ് ഇപ്പോ അവര് രംഗത്ത് വന്ന് ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ 2ാം ക്ലാസ് പൗരന്മാരാവണ്ട എങ്കിൽ ഇടത് മുന്നണിക്ക് വോട്ട് ചെയ്യണം എന്നാ പറയുന്നത്. ഇടത് വിചാരിച്ചാൽ മാത്രമേ 2ാം ക്ലാസ് പൗരന്മാരാവാതെ ഇതിലും വലിയൊരു തമാശ വേറുണ്ടോ? ആദ്യം വേറെ പോലെ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംരക്ഷിച്ചിട്ട് വേണ്ടേ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണുള്ളത്. ചിഹ്നം പോവാതിരിക്കാൻ വേണ്ടി പാടുപെടുകയാണ്. ചിഹ്നം സംരക്ഷിക്കാനെങ്കിലും കഴിയുന്നവരല്ലേ ബാക്കി പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളെ കൊടി വടി എന്നൊക്കെ പറഞ്ഞാൽ അവസാനം നിങ്ങളെ ചിഹ്നം പോണ മൂക്ക് നോക്കിക്കോളി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനത്തെ നിങ്ങളാണ് ഇവിടുത്തെ ന്യൂനപക്ഷത്തെ ഈ അതിർത്തിക്കപ്പുറം CPM എവിടെ, ഇടതുപക്ഷം എവിടെ? തമിഴ്നാട്ടിൽ ചെന്നാൽ അവിടെ DMK കൊടുത്താൽ വല്ലതും കിട്ടും. കേരളത്തിൽ ചെന്നാൽ ബംഗാളിൽ ചെന്നാൽ കോൺഗ്രസ് കൊടുത്താൽ വല്ലതും കിട്ടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യം സംരക്ഷിക്കാൻ കഴിയില്ല. സ്വന്തം തടി നോക്കിക്കോളി എന്നാണ് എനിക്ക് അവരോട് പറയാം.